വേദിയിലിരിക്കുന്ന പൊതുവാൾ സമാജത്തിൻ്റെ ഭാരവാഹികൾ, ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, വളരെ വിനയത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഈ ഇന്നത്തെ ആദരം സ്വീകരിക്കുന്നത്. നമ്മളെല്ലാം ഒരു പൊതുവാൾമാരെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു സമുദായമാണ്, എല്ലാവരും കുടുംബാംഗങ്ങളാണ്. എല്ലാവരും നമ്മൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങളുണ്ടാവും. അപ്പം നമ്മുടെ ഒരു കുടുംബാംഗങ്ങളുടെ മുമ്പിൽ വെച്ച് ഒരു അവാർഡ് സ്വീകരിക്കുക എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായൊരു കാര്യമാണ്. ഇന്നൊരു വെരി ഇമ്പോർട്ടൻ്റ് ഡേ ഫോർ മീ. നേരത്തെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ എൻ്റെ അച്ഛൻ പരതനായ കാമ്പത്ത് ശങ്കർ പൊതുവാൾ സമാജത്തിൻ്റെ ആദ്യകാല പ്രസിഡൻ്റായിരുന്നു. അമ്മയ്ക്ക് ഇവിടെ വരാൻ പറ്റില്ല, 85 വയസ്സായി, ആരോഗ്യപരമായ കാരണങ്ങൾ അമ്മ അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ആദ്യമായി എന്നെ ഈ നിലയിൽ എത്തിച്ചതിന് ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും നന്ദി പറയുന്നു. പിന്നീട് എനിക്ക് കടപ്പാടുള്ളത്, എൻ്റെ ആഫ്റ്റർ MBBS കഴിഞ്ഞ ശേഷം എനിക്ക് രാജ്യസേവനത്തിന് ഒരു വേദി ഒരുക്കുകയും തുടർ പഠനത്തിന് ഒരു അവസരം ഒരുക്കുകയും ചെയ്ത ഭാരതീയ നാവികസേനയോടാണ്. അധികം ഇന്നലെ ഞാൻ മുരളിയേട്ടനോട് ചോദിച്ചു, നമുക്ക് ഒരു റിട്ടേൺ സ്പീച്ച് ഉണ്ടോ? അപ്പോൾ മുരളിയേട്ടൻ പറഞ്ഞു ഒന്നുമില്ല. അപ്പോൾ ഞാൻ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഇവിടുന്ന് ആകെ കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. വിശിഷ്ടാതിഥിയും ജനറൽ രാംകുമാർ സാറും ജയലക്ഷ്മി ചേച്ചിയും പറഞ്ഞ പോലെ നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു സംസ്കാരം അടുത്ത തലമുറയ്ക്ക് ഏൽപ്പിക്കുക. നമ്മൾ അഹിംസ മാത്രം വിശ്വസിച്ചുകൊണ്ട്, മുമ്പ് ഞാനൊരിക്കൽ TV-യിൽ കേട്ടു, ഒരു റിട്ടയർഡ് ജഡ്ജ് പറയുന്നത്, ലേഡി ആയിരുന്നു. അവരെ ഇതിൽ സ്പീച്ച് ഇതിൽ പറയുന്നുണ്ടായിരുന്നു, ഒരു നമ്പൂതിരിയും ജയിലിൽ കണ്ടിട്ടില്ല. അവർ കോടതി പല കേസുകളിലും പല കൊലപാതകത്തിലും ഇതൊക്കെ ഒരു നമ്പൂതിരി പോലും ജയിലിൽ പോകേണ്ട ഇത് വന്നിട്ടില്ല. അപ്പോൾ വേറൊരാൾ അത് പറഞ്ഞത് അത് അത്ര ഒരു ക്രെഡിറ്റ് ആയിട്ടല്ല. മേ ബി അവരുടെ ആ സമുദായത്തിൻ്റെ നമ്പൂതിരി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഫോർവേഡ് കാസ്റ്റും വാര്യരും വിശാരയും പൊതുവാളെല്ലാം പെടുമായിരിക്കും. നമുക്ക് അത്ര പ്രതികരണ ശേഷി കുറവാണോ എന്നുള്ള ഇതാണ്. എന്താണെന്ന് വെച്ചാൽ EMS നമ്പൂതിരിപ്പാട് ഭരിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ കൃഷി സ്ഥലങ്ങളൊക്കെ അവർ ഏറ്റെടുത്തു. എല്ലാ ജമ്മിമാരെ സ്ഥലമൊക്കെ പോയി കുടിയാന്മാർക്കും. അന്ന് ആരും പ്രൊട്ടസ്റ്റ് ചെയ്തില്ല. നമ്മുടെ ഇത്രയും സാധനങ്ങൾ പോയിട്ട് പോലും നമ്മൾ ഒന്നും പ്രൊട്ടസ്റ്റ് ചെയ്തില്ല. മേ ബി ചിലപ്പോൾ നമ്മുടെ ഒരു ജീനിലുള്ളതായിരിക്കാം അങ്ങനെ ഒരു പ്രതികരിക്കേണ്ട ഒരു എല്ലാ അഹിംസാവാദം. പക്ഷേ അത് മേ ബി ലോങ് റൺ നമുക്ക് നന്നായിരിക്കുമായിരിക്കാം. അത്രമാത്രമേ എനിക്ക് പറയുന്നുള്ളൂ. പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരു ഇനിയും ഉന്നതിയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു.